ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ സിനിമ കാണുന്നതിനേക്കാൾ മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. സോ നമുക്ക് കൂടുതൽ വൈകിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഗായ്സ്, സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേന്റെ ട്രെയിലർ കണ്ടവർക്ക് കുറച്ച് പേർക്കെങ്കിലും ഡൗട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇയാൾ. സോ ഇയാളാണ് പണിഷർ. പുള്ളി ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ആന്റി ഹീറോ ക്യാരക്ടറാണ്. നല്ല പൊളി ക്യാരക്ടറാണ്. ഇയാൾ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ആദ്യം ഇതിനൊരു ചരിത്രമുണ്ട്. നിങ്ങൾ ആ ചരിത്രം പഠിക്കുക തന്നെ വേണം. സോ അത് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ എന്താ വെച്ചാൽ 2022 സ്പൈഡർമാൻ ഹോം കമ്മിങ് ഭയങ്കര ആവേശത്തോടെ എല്ലാവരും ഫാൻസ് ഷോയിൽ ഞാൻ കയറിയപ്പം കുറെ പേർക്ക് ഡെയർ ഡെവിളിന്റെ ആ ഒരു ക്യാമിയോ റോള് കണ്ടിട്ട് വർക്കൗട്ട് ആയില്ല. ഞാൻ മാത്രം തിയേറ്ററിൽ നിന്ന് എന്ന് പറഞ്ഞ് എണീറ്റപ്പം ആരും എൻ്റെ കൂടെ കൈയടിച്ചില്ല. അപ്പം എനിക്ക് മനസ്സിലായി കുറേ പേർക്ക് അന്ന് ആ കാലത്ത് ഡെയർ ഡെവിൾ ആരാന്ന് മനസ്സിലായിട്ടില്ല. അതൊന്നും ആരും കുറ്റം പറയേണ്ട കാര്യമില്ല. കാരണം അത്രയും പോപ്പുലർ അല്ല. അതൊരു ടിവി സീരീസ് ആണ്. സോ ആ സമയത്ത് നെറ്റ്ഫ്ലിക്സിലാണ്, ഇപ്പോൾ ഹോട്ട്സ്റ്റാറിലുണ്ട്. ആൻഡ് ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഈ ബ്രാൻഡ് ന്യൂ ഡേ കാണാൻ പോകുമ്പോൾ ഉണ്ടാവരുത്. അതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു ഫുൾ എക്സ്പീരിയൻസ് കിട്ടാൻ ബ്രാൻഡ് ന്യൂ ഡേ സിനിമ കാണുമ്പോൾ പണിഷറിനെ കാണുമ്പോൾ ഉള്ള ഒരു ഫുൾ റൊമാൻറ്റിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ഡിഫൻഡേഴ്സ് സാഗ കാണണം. അത് നമുക്ക് ഹോട്ട്സ്റ്റാറിലുണ്ട്. അല്ലാത്തവർക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം ആരാണ് എന്താണെന്നുള്ളത്. സോ ആ ഫുൾ റൊമാൻറ്റിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ഞാൻ ഈ പറയുന്ന കുറച്ച് സെറ്റ് ഓഫ് ടി വി സീരീസ് നിങ്ങൾ കാണണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ കാണേണ്ടത് ഡെയർ ഡെവിൾ സീസൺ 1, പിന്നെ ജെസിക്ക ജോൺസ് സീസൺ 1, പിന്നെ നിങ്ങൾ കാണേണ്ടത് ഡെയർ ഡെവിൾ സീസൺ 2. ഇതിലാണ് നമ്മുടെ പണിഷറിനെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കാണേണ്ടതാണ് ലൂക്ക് കേജ്. അത് സീസൺ 1 ആണ് കാണേണ്ടത്. ദെൻ നിങ്ങൾ കാണേണ്ടത് അയൺ ഫിസ്റ്റ് സീസൺ 1. പിന്നെ നിങ്ങൾക്ക് ഡിഫൻഡേഴ്സ് എന്ന് പറഞ്ഞൊരു ഡിഫൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടി വി സീരീസ് ഉണ്ട്. അത് ഈ എല്ലാ ക്യാരക്ടേഴ്സും ഒരുമിച്ച് വന്നിട്ടുള്ള ഒരു പരിപാടിയാണ്. ആ പൊളി പരിപാടിയാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കാണേണ്ടത് പണിഷർ സീസൺ 1. സോ ഇതാണ് പുള്ളിയുടെ മെയിൻ ആയിട്ടുള്ളൊരു പടം. ആൻഡ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കാണേണ്ടത് ജെസിക്ക ജോൺസൺ സീസൺ 2, ലൂക്ക് കേജ് സീസൺ 2, അയൺ ഫിസ്റ്റ് സീസൺ 2, ഡെയർ ഡെവിൾ സീസൺ 3, പണിഷർ സീസൺ 2 ആൻഡ് ജെസിക്ക ജോൺസ് സീസൺ 3. അതോടെ ആ ടി വി സീരീസ് കഴിയും. ആൻഡ് നിങ്ങൾ ഈ ഇത്രയും സീരീസ് നിങ്ങൾ കാണണം എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം ഇതൊരു ഡിഫറെന്റ് യൂണിവേഴ്സിൽ നടക്കുന്ന കഥയാണ്. സോ ഈ പണിഷർ എന്നുള്ള ക്യാരക്ടർ ആരാണ് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ ഏറ്റവും ബെസ്റ്റ് വേ ഈ പറഞ്ഞ സെറ്റ് ഓഫ് സീരീസ് കാണുന്നതാണ്. സോ ഇത് നടക്കുന്നത് മാർവൽ സ്റ്റുഡിയോ യൂണിവേഴ്സിലെ കഥയാണ് നമ്മൾ ഈ ബ്രാൻഡ് ന്യൂ ഡേ കാണാൻ പോകുന്നത്. സോ ഇത് എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുറേ സൂപ്പർ ഹീറോസ് ഉണ്ട് മാർവലിൽ. സോ അത് മാർവലിൽ മാത്രമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടങ്ങൾ വേറെ യൂണിവേഴ്സാണ്. മാർവലും ഡിസ്നിയും കൂടി ചേർന്ന് ചെയ്യുന്ന പടങ്ങളാണ് മാർവൽ സ്റ്റുഡിയോസ്. അതൊരു യൂണിവേഴ്സ് ആണ്. സോ നമ്മളിപ്പം സ്പൈഡർമാൻ 1, 2, 3 നമ്മുടെ ടോബി മാഗ്യൂറിന്റെ, പിന്നെ അമേസിംഗ് സ്പൈഡർമാൻ 2 അത് മാർവൽ സോണി ആയിട്ട് കൊളാബറേഷൻ ചെയ്തിട്ട് സെറ്റ് ഓഫ് പടങ്ങൾ, അത് വേറെ യൂണിവേഴ്സ് ആണ്. സോ ഈ പറഞ്ഞ പണിഷറിന്റെ ഞാൻ ഈ പറഞ്ഞ ക്യാരക്ടർ ഒരു മാർവലിന്റെ യൂണിവേഴ്സിലുള്ള വേറൊരു യൂണിവേഴ്സിലുള്ള കഥയാണ്. സോ നിങ്ങൾക്ക് ഈ പണിഷർ ആരാണെന്ന് മനസ്സിലാവാനാണ് ഞാൻ ഈ പറഞ്ഞ സെറ്റ് ഓഫ് പടങ്ങൾ കാണാൻ പറഞ്ഞത്. സോ പണിഷറിനെ ഈ മാർവൽ സ്റ്റുഡിയോസിലേക്ക്, ഈ നമ്മുടെ ഇപ്പൊ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിലേക്ക് കൊണ്ടുവരുന്നത് ആദ്യമായിട്ടാണ്. മാർവൽ സ്റ്റുഡിയോസിൽ ഈ ഡെയർ ഡെവിളിനെ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് സ്പൈഡർമാൻ ഹോം കമ്മിങ്ങിലാണ്. അതിനുശേഷം നമ്മുടെ ഷീ ഹൾക്കിൽ ഒരു ക്യാമിയോ റോള്, പിന്നെ ഈ സ്റ്റുഡിയോസ് തന്നെ റിലീസ് ചെയ്യുന്നുണ്ട് ഡെയർ ഡെവിൾ. ആൻഡ് ഡെയർ ഡെവിൾ ഒരു പൊളി ക്യാരക്ടറാണ്. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ട് പറയുന്നത് പണിഷർ എന്ന് പറഞ്ഞ ക്യാരക്ടർ നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഈ സെറ്റ് ഓഫ് സീരീസ് കണ്ട ആ ക്യാരക്ടർ ആരാന്നുള്ളത് നല്ലൊരു ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് ആ ഒരു സിനിമ കാണുമ്പോൾ ഒരു വൈബായിരിക്കും. സോ അല്ലാത്തവർ ഇത്രയും സീരീസ് കാണാൻ ടൈം ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് പണിഷർ എന്നുള്ളൊരു ക്യാരക്ടർ ആരാന്ന് ചിലപ്പോൾ ആ സിനിമ കാണുമ്പോൾ തന്നെ അവർ കാണിച്ചു തരും. ബട്ട് പുള്ളി ഒരു ജലജിങ്കാടി പരിപാടിയാണ് ഗൈസ്. സോ മാർവൽ ഫാൻസ് ആൻഡ് സ്പൈഡർമാൻ ഫാൻസ് നിങ്ങൾ പോയി കാണുക. ഫുൾ ഈ ഡീറ്റെയിൽ ലിസ്റ്റ് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുന്നതാണ്, ഏതൊക്കെ സീരീസ് കാണണം എന്നുള്ളത്. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഉപകാരപ്പെടുവാണെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.